ഇപ്പോൾ ശരിക്കും ടീച്ചർമാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ആരും ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല കേട്ടോ. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. ഞാൻ വളരെ ടോക്കറ്റീവ് ആയിരുന്നു. അത് കാരണം ക്ലാസിന്റെ ഉള്ളിൽ എനിക്ക് അവസരം വളരെ കുറവ് ലഭിക്കും, പുറത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. പിന്നെ അന്ന് വക്കീലുമാരെക്കാളും കൂടുതൽ കേസുള്ളൊരു സമയമാണ്. അപ്പൊ ഓരോരോ കേസായിട്ട് എനിക്കൊരു സിറ്റിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്ന് ആ ഓഫീസാണെങ്കിൽ വേറെ ഓഫീസ്, അങ്ങനെ വളരെ ബിസി ആയിരുന്നു. അപ്പൊ എന്റെ പപ്പയുടെ ഒരു ആഗ്രഹം ഞാൻ വക്കീലാവണമെന്നായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ അതാണ് ഓർമ്മ വന്നത്. പിന്നെ എന്റെ മെയിൻ അഡ്വക്കേറ്റ് ആ സമയത്ത് പ്രേമ മിസ് ആയിരുന്നു. ഈ ഓഫീസിൽ ചില സെറ്റിൽമെന്റ്സ് നടക്കുന്ന സമയത്ത് പ്രേമ മിസ്സിനെ വിളിക്കാറുണ്ട്. ഇനി അവിടെ നിന്നില്ലെങ്കിലാണ് പിന്നെ പാരന്റ്സിനെ വിളിച്ചൊരു അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പൊ അതുകൊണ്ട് മിസ്സിന് ചില ടോക്കറ്റീവ് ആണെന്ന് കാണാൻ പറ്റിയില്ല, അങ്ങനെ ചെറിയ പാകപ്പെടുക. ഇനി നെക്സ്റ്റ് ഒരു വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങള് ഒരു നമ്മൾ തമ്മിൽ സ്റ്റൈലില് ടീച്ചർമാരുടെ ഒക്കെ അടുത്ത് വന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു ഓർമ്മ ഞങ്ങളെ കുറിച്ചോ അല്ല സ്കൂളിനെ കുറിച്ചോ നിങ്ങൾക്ക് വരുന്നത് പറയാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഞങ്ങളുടെ ഹൂ ഇസ് ദ ടോപ്പ് സ്കോറർ ഫോർ പോർച്ചുഗൽ? ഹിന്ദു ആണോ റൊണാൾഡോ? ഇസ്ലാം ആണോ റൊണാൾഡോ? ക്രിസ്ത്യൻ ആണോ റൊണാൾഡോ? ക്രിസ്ത്യാനോ റൊണാൾഡോ? ഓപ്ഷൻ ഡി. യെസ്. ഫോൺ ഫ്രണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓപ്ഷനും ഇല്ല. ഓപ്ഷൻ ഡി, ക്രിസ്ത്യാനോ യെസ് റൊണാൾഡോ മൈ ഫേവറേറ്റ്. യെസ്, കറക്റ്റ് ആൻസർ. മിസ് ഫെലിസിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇനിയൊരു അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായി ഇത് സ്റ്റുഡൻസ് ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഇസ് എ ജിം ഫ്രീക്ക് അമംഗ് ദ ബിലോ? ജോൺ പോൾ, തോമസ് ജോർജ്, മനു ജേക്കബ്, ദീപക് പോൾ? ജെയ്സി ടീച്ചർ ഓൾറെഡി കൈ പൊക്കിയിട്ടുണ്ട്. മനു ജേക്കബ്. കറക്റ്റ് ആൻസർ. ജയശ്രീന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? ഞങ്ങളുടെ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ? ഓക്കെ, സമയം വേണ്ടവർക്ക് ഞങ്ങൾ റൗണ്ട് അടിച്ച് പിന്നെയും വരാം. അപ്പൊ നെക്സ്റ്റ്, ഹൂ ഇസ് ദ ഡാൻസ് ഗുരു അമംഗ് ദ ബിലോ? ലിസ്, ഫിലോ, വിനു, ജോസ്? സന്ധ്യ ടീച്ചർക്ക് അറിയാൻ തോന്നുന്നു. യെസ്, കറക്റ്റ് ആൻസർ. ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. സന്ധ്യ ടീച്ചറോട് സ്പെസിഫിക്കലി ചോദിക്കാനുള്ളത് 4ാം ക്ലാസ്സിൽ ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ചതിന്റെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞങ്ങൾ ആ പാട്ട് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഇന്നേ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഓർമ്മയില്ല. നിങ്ങളുടെ മേക്കപ്പിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് CSAയുടെ ബാക്ക് സൈഡിൽ നമ്മൾ മേക്കപ്പ് ചെയ്തപ്പോൾ നമ്മളോട് 2 ബ്രദേഴ്സും ഉണ്ടായിരുന്നു. ഫുൾ ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ച് ഇലയൊക്കെ വെട്ടി കെട്ടി തന്ന ആ ഒരു ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. ഐ ഫൊഗോട്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം കുറെ കാര്യങ്ങൾ മറന്നുപോയി. ആ മെമ്മറീസ് ചെയ്തത് വാസ് ഇറ്റ് യു? I think you all should put a good round of applause. It was excellent, yeah. So nicely you have done it. Good. You are very creative. ഓരോ ദിവസവും ഇതിനൊരു കർട്ടൻ റേസർ പോലെ ഓരോ പോസ്റ്റേഴ്സ് ഇറക്കുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ദാറ്റ് ഈസ് ബീയിങ് ഡിസ്പ്ലേഡ് ഇൻ ദ ക്വാഡ്രാങ്കിൾ. ക്വാഡ്രാങ്കിളിൽ Who handles office bearer of a 3,000 member Malayali Association in America? Jayasuriya, John Paul, Jerry, Kiran? ആർക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. ഞങ്ങളുടെ സീനിയർ ടീച്ചറാണ്. ജോൺ പോൾ. Yes, correct answer. ടീച്ചറിന് എന്തെങ്കിലും ഓർമ്മകൾ? ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 4ാം ക്ലാസ്. എന്റെ ഓർമ്മ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയുണ്ട്. നിങ്ങളൊക്കെ എന്നെ കണ്ടിക്ക് എന്താ പറയുക, ചാക്കോമാഷായിട്ട് പേടിച്ച സമയത്ത് ഞാൻ പേടിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ അരുൺ ജോർജ്, എവിടെയാണ് അരുൺ ജോർജ്? ഞാൻ വന്നപ്പോ തുടങ്ങി നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇവിടെ വന്ന് പേര് പറഞ്ഞപ്പോഴും അരുൺ ജോർജിന് എന്തെങ്കിലും ഓർമ്മയുണ്ടാവും? ഓർമ്മയുണ്ട്. അതായത് ഞാൻ 6ൽ വെച്ചാന്ന് തോന്നുന്നു അരുൺ ജോർജിനെ അടിച്ചു കഴിഞ്ഞപ്പോ അരുൺ ജോർജിന്റെ ഈ കയ്യിൽ കൊണ്ട അവിടെ അങ്ങ് പാട് വീണു, ചൂരലിന്റെ പാട് വീണു.
ഈശ്വരാ, എനിക്ക് അന്ന് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം കൊച്ചിന്റെ കയ്യിൽ പാടാണല്ലോ. പിറ്റേ ദിവസം അപ്പൻ വരുമോ ചോദിക്കുവോ, ഇതൊക്കെയാണ് എന്റെ പേടി മുഴുവനും. ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ വിളിച്ചു എന്ന് തോന്നുന്നു ജോർജ് ഏട്ടനെ. അങ്ങനെ അവനെ അടിച്ചു, ഞാൻ ഇങ്ങനെ കയ്യിൽ പാടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജോർജ് ഏട്ടൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ വളരെ ആശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോ. അപ്പോ എന്താ പറയണേ, നിങ്ങളൊക്കെ ഈ പിച്ച് ചെയ്തും അതൊക്കെ എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് സംഭവം. എങ്കിലും കൊടുക്കാൻ, അതെ, അന്നത്തെ പേരൻസ് രണ്ടും കൂടെ കൊടുക്കാനാണല്ലോ പറയുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊക്കെ ചിന്തിക്കുമ്പോ എന്തിനു വേണ്ടിയിട്ട് അന്നൊക്കെ പിച്ച് ചെയ്ത് മര്യാദക്ക് പറഞ്ഞാൽ പോരായിരുന്നു. അതിനുശേഷം ഓർമ്മ വന്നൊരു കാര്യം, മിസ് പിറ്റേ ദിവസം മുതൽ അന്ന് എനിക്ക് പനിച്ച് ഞാൻ 2 ദിവസം വീട്ടിലേക്ക് ഇരിക്കുക. അപ്പൊ പറയുന്നുണ്ട് നീ സ്കൂളിൽ പോയേ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് പിറ്റേ ദിവസം ടീച്ചറെ കാണാനായിട്ട് ഭയങ്കര പേടി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ലഞ്ചിന് ഇരിക്കുമ്പോൾ ടീച്ചർ എന്തെന്ന് വെച്ചാൽ ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് ഇരുത്തിയിട്ട് ടീച്ചറുടെ കുറച്ച് കഥയൊക്കെ എനിക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ കേൾക്കട്ടെ, ദൈവമേ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനത്തെ ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞായിരുന്നു, ഈവനിങ്ങിൽ പോകുമ്പോൾ ടീച്ചറെ കാണുവാണെങ്കിൽ ഇതായിരിക്കും. And to be the change you want to see. Who said this quote? Mahatma Gandhi, Subhash Chandra Bose, Pandit Nehru, Vimal Kumar. ഞങ്ങളുടെ 11ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ഇവിടെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. ഗസ് ചെയ്യാം, ഇതിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? അല്ല, വിമൽ കുമാർ സെന്റ് സെബാസ്റ്റ്യൻ ബസ്സിലെ കണ്ടക്ടറാണ്. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ. ടീച്ചർക്ക് എന്തെങ്കിലും ഓർമ്മകൾ? ആദ്യം നിങ്ങൾ വിളിച്ചപ്പോ എനിക്ക് ആരെപ്പറ്റി ഒരു ഓർമ്മയും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രൂപ്പിൽ കുറച്ച് അതെ, പിന്നെ അടുത്തടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെയും ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്നത് പോലെ തന്നെ തിരിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ബാച്ചിനെ പറ്റി പൊതുവെ ഓർക്കുമ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ബാച്ച്. എന്ത് കാര്യത്തിനും എല്ലാ ആക്ടിവിറ്റീസിനും അച്ഛനപ്പം പറഞ്ഞാലും എന്ത് കാര്യത്തിനാലും ഏതൊരു ആക്ടിവിറ്റി ഉണ്ടോ ഉടനെ ചാടി ഇറങ്ങുന്ന ഒരു ബാച്ചായിട്ടാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളുടെ ബാച്ചിനെയാണോ ഒരു അസോസിയേഷൻ എല്ലാവരുടെയും സാരിയൊക്കെ ഉടുപ്പിച്ചത്? അത് ഞാൻ ഓർക്കുന്നുണ്ട്. കുറേ കുട്ടികളെ നിർത്തി കുറേ പേരെ സാരി ഉടുപ്പിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നത്. ആ സാരി ഉടുക്കാനായിട്ട് സൗമ്യ മിസ് സാരി ഉടുപ്പിക്കണമെന്നും പറഞ്ഞ് കുറച്ച് പേര് എൻ്റെ അടുത്ത് പണിയടിച്ച് വന്ന് സാരിയൊക്കെ ഉടുപ്പിച്ചത് അത് ഞാൻ ഓർക്കുന്നുണ്ട്. അതെ. അങ്ങനെ പൊതുവെ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ബാച്ച്, കയറി വരുന്ന ഒരു ബാച്ച് എന്നുള്ള ഓർമ്മയാണ് നിൽക്കുന്നത്. ജോസഫിനെ ഓർക്കുന്നുണ്ട്. ബസ്സിൽ ഒരു ബസ്സിലായിരുന്നു തോന്നുന്നു ജോസഫ് വന്നിരുന്നേ. അതിൻ്റെ ഒരു പ്രാവശ്യം എന്തോ ജോസഫ് വീഴുവാണോ ടെക്നോ ടീച്ചർ ആ ബസ്സിലുണ്ടായിരുന്നോ? അല്ലേ, സെയിം. അതെ, ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കും ജോസഫിനെ ഞാൻ കഴിഞ്ഞപ്പോൾ ഒന്ന് തല്ലോടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ചിരിച്ച് നീ ഓടിപ്പോയി. What is goat of any time and animal? നമ്മുടെ ചെന്നൈ ടൂറിലെ താരങ്ങളായ ജോൺസൺ. ഇതിന് ആൻസർ വേണം. ഓപ്ഷൻ പറഞ്ഞാൽ മതി. I think C. Greatest of any time. Greatest of all time. Option B. Option B. B. ഇപ്പൊ ഒരുമാതിരി എല്ലാ അക്ഷരവും പറഞ്ഞിട്ടോ. 2000. Is what room now? Chemistry lab, infirmary, physics lab, swimming pool. ഇപ്പൊ It's infirmary. Yes, correct answer. സാറിന് ചെന്നൈ ടൂറിന്റെ എന്തെങ്കിലും? ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു എന്നെ ക്ഷണിച്ചതിൽ. കാരണം ഇപ്പോൾ പ്രേമ ടീച്ചർ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ അത്രയും വലിയൊരു വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ടില്ല. ഐ ജോയിൻഡ് ഹിയർ ഇൻ 1999. ഐ തിങ്ക് യു പാസ്ഡ് ഔട്ട് 2000. ഓക്കെ, അതുകൊണ്ട് ഒരു 3 വർഷത്തോളം ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും മറക്കാത്ത മുഖങ്ങളാണ് നിങ്ങൾ പലരും. കാരണം നിങ്ങൾ വളരെ സ്മാർട്ടാണെന്നുള്ളൊരു തെളിവാണ് ഈ സെലിബ്രേഷൻ. ആം ഐ റൈറ്റ്?
കാരണം മറ്റുള്ള ബാച്ചുകൾ ഇങ്ങനെ തോന്നാത്തതാണ്. അത് പ്രേമ മിസ് പറഞ്ഞ പോലെ ഗുരുക്കന്മാരോടുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹവും ബഹുമാനവും നിലനിർത്താൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ ഗൗരവമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പലർക്കും. റൈറ്റ്? എന്താണ് ഗുരു, എന്താണ് മാതാവ്, എന്താണ് പിതാവ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയ സമയമാണ് ഇല്ലേ? കുഞ്ഞുങ്ങളൊക്കെ വലുതായോ അറിയില്ല. എനിവേ വളരെ സന്തോഷം വിളിച്ചതിൽ. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ, എന്നാലും കുറച്ച് പാട്ടുകാരൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. വാട്ട് ഈസ് ദാറ്റ് സോങ്? റൈറ്റ്? രണ്ടുപേരും പാടും. വൺസ് അഗൈൻ എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു. റോസ്, വേർ ഈസ് ഷീ നൗ? ഓക്കെ, സന്തോഷം. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു. Number of years since the school started, average age of students in this batch, number of overs in a T20 cricket. ബി തന്നെയാ. ഈ ബി. Yes, correct answer. അങ്ങനെ പഠിക്കാനാണ് എനിക്ക് ഇപ്പൊ ഇഷ്ടം, എപ്പോഴും ഇഷ്ടം അങ്ങനെ തന്നെ. എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം. എന്നെ ജോസ് ദേവച്ചനാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. പിന്നെ ജോസഫ്, വളരെ സന്തോഷം തോന്നി. വേറൊരു സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജോസ് ദേവച്ചൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ മാത്സ് ടീച്ചറിന്റെ മോള്. പ്രത്യേകം എടുത്തു പറയണം, എൻ്റെ മാത്സ് ടീച്ചറിന്റെ മോളാ. പിന്നെ നിങ്ങളെ വോയിസ് കുറെ പേരൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, എന്നാലും കുറെ പേരൊക്കെ അതേ മുഖം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജീന, സത്യം പറഞ്ഞ ജോസ് ദേവച്ചനെ കോണ്ടാക്ട് ചെയ്തപ്പോ എനിക്ക് പേര് നല്ല ഓർമ്മയുണ്ട്, പക്ഷെ മുഖം ഓർമ്മ വരുന്നില്ല. സോറി. ഫോട്ടോ കണ്ടപ്പോഴാണ് ശരിക്കും ജോസ് ദേവച്ചൻ ആ ആള് തന്നെയാണ് ഈ ആളെന്നോട് കൃത്യം ഓർമ്മ വന്നത്. അല്ലല്ല, അവരുടെ ക്ലാസ്സിലൊരു ഫോട്ടോ കിട്ടില്ലേ. അപ്പൊ അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷമായി. ഞാൻ പറയുകയാണെങ്കിൽ മാത്സ് ടീച്ചറാണല്ലോ, നിങ്ങൾ ഒരു ഗ്രേറ്റസ്റ്റ് തിയറമാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തേക്കണേ. ടീച്ചേഴ്സ് പ്ലസ് സ്റ്റുഡൻസ് ഈക്വൽ ടു ഫാമിലി. ഇതെല്ലാം താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ആ ടീം വർക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ കേട്ടോ. ഒത്തിരി നാളായി നിങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെയും കൂടി കൂട്ടിയതിലാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രേമ ടീച്ചർ പറഞ്ഞ പോലെ കുട്ടികൾ പലപ്പോഴും കൂടും, ടീച്ചേഴ്സിനെ കൂടുമ്പോൾ ഞങ്ങൾക്കത് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇൻഫിനിറ്റ്ലി ഹാപ്പി. താങ്ക് യു എവരിവൺ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുവാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ വെള്ളത്തിലാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. തോമസ്, നിഖിൽ, അരുൺ, ജെറി. ഗസ് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറയാം. അരുൺ ഷിപ്പിലാണ്, വെള്ളത്തിലാണ് ജോലി ചെയ്യുന്നത്. വെള്ളത്തിലാണ്. ഷിപ്പ്. ഒരാള് മാത്രം ജോലി ചെയ്യുന്നത് വെള്ളത്തിലാണ്. അല്ല അല്ല ആ വെള്ളത്തിൽ ഞാൻ പറയില്ല ആരാണ്. ജെറി, കറക്റ്റ് ആൻസർ. തോമസ്, നിഖിൽ രണ്ടുപേരും മർച്ചന്റ് നേവി, അപ്പൊ ഫുൾ ടൈം വെള്ളത്തിലാണ്. പിന്നെ അരുൺ ഷിപ്പ് യാർഡില് വെള്ളത്തിലാണ്, വെള്ളത്തിന്റെ അരികെയാണ്. ജെറി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ പറയണ്ടല്ലോ. അതെ, അന്ന് ഒരു ഷെഡായിരുന്നു. ആ ഷെഡില് നിങ്ങള് ഓർക്കണ്ടോ, ഇടയ്ക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഈ ഹാർമോണിയം വെച്ച് പിന്നെ ഇടയ്ക്ക് കോഴിയൊക്കെ കയറി വരുമായിരുന്നു. അവിടെ മൊണാസ്ട്രിയിൽ അവിടെ നെല്ലിസരത്തുണ്ടായിരുന്ന കോഴിയും കുഞ്ഞും കൂടിയൊക്കെ. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഓടിച്ചു മാറ്റും. അങ്ങനെയായിരുന്നു. കാരണം മണ്ണൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ കൊത്തിച്ച് നമ്മളില്ലാത്തപ്പോ അവിടെ കൊത്തിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോഴായിരിക്കും ഇവരൊക്കെ ഓടിച്ചു പോകുന്നത്. അതൊരു മറക്കാനാവാത്ത ഒരു ഇത് തന്നെയായിരുന്നു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഹാളിൽ ഇരിക്കണം, പഠിപ്പിക്കണം. AC ഇല്ലേ? അതെയോ? എന്തെങ്കിലും ആട്ടെ, എങ്ങനെയാലും നല്ല ടൈലും ഒക്കെ ഇട്ട് നല്ല മണ്ണൊന്നും ചവിട്ടണ്ടല്ലോ, വെള്ളമൊന്നുമില്ല. മറ്റേത് മഴയും നനഞ്ഞൊക്കെ നടന്നായിരുന്നു. അതൊരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ച് വളർന്ന ആളാണ് ഞാൻ. ഫസ്റ്റ് CBSE സ്കൂളിൽ പൈനാടത്തിൽ എന്നെ ജോലിക്ക് വെച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നീട് പോയ സ്കൂളിലൊന്നും നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്വജ്യോതി ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നാണ്. അന്നുണ്ടായ കുട്ടികളെയും നമ്മൾ എല്ലാവരെയും ഓർക്കുന്നുണ്ട്. കാരണം അന്ന് ഒരു ഡിവിഷനുള്ളൂ, വരില്ല. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ വീണ്ടും പറയാണ്, ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടാൻ സാധിച്ചതിൽ. ഓക്കെ, ഒന്നും കൊണ്ടുപോണ്ട, നമ്മളെ മാത്രം കൊണ്ടുപോയാൽ മതി.
മറ്റേ ജോൺസൺ മാഷിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബുക്ക് വേണം, പെൻസില് വേണം, അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജോൺസൺ സാർ ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ക്ഷണിച്ചു. അത് കഴിഞ്ഞിട്ട് ജോൺസൺ സാർ പറഞ്ഞു ഇതൊന്നും ഇല്ലാണ്ട് ഈ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ലെന്നോ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ പിടിച്ചത് മയറാണി ടീച്ചറിനോട്. അപ്പൊ മയറാണി ടീച്ചർ എന്നോട് പറഞ്ഞു നീ ശരിക്കും തന്നെ ഇവിടെ വന്നേനെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഡാൻസ് പഠിക്കുന്നത് കുറെ നാളായിട്ട് ആഗ്രഹമുണ്ട്, ശരിയാവത്തില്ല. അങ്ങനെ ആ ഒരു ഓർമ്മയുണ്ട്. അത് ഇനി സാറിന് തന്നെ മനസ്സിലായി ഇവര് വന്ന് ഒരു കൊല്ലം തീർത്തിട്ട് പോയിക്കട്ടെ, ബുക്ക് കൊണ്ടുവരാനുള്ള മടി കാരണമാണ് ഇവൻ ഈ ക്ലാസ്സിന് വന്നതിന് സാറിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതൊരു ഓർമ്മയുണ്ട്. എന്നെ വിളിക്കാത്തതെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും ഗേൾസുമായിട്ടാണ് കുറച്ചും കൂടി അറ്റാച്ച്ഡ്, ബോയ്സ്, കാരണം എൻ്റെ സബ്ജക്റ്റ് ഡാൻസ് ആണല്ലോ. അപ്പോൾ ഈ ബാച്ചിൽ മാത്രമേ പ്രത്യേകതയുണ്ട്, കാരണം ഞാൻ ബോയ്സിനെയും ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇവര് വരുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം എങ്ങനെയാ പഠിപ്പിക്കുക, ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവര് വന്നിട്ട് ഇവര് തെയ്യന്തത്തിടെ കാല് നീട്ടുന്നത് ഗേൾസിന്റെ കാരണമാണ്. ആ സിനിമ, ഒരു സിനിമയില്ലേ മമ്മൂട്ടിയുടെ ഒരു സിനിമ, അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും അത്. കാരണം ഇവരെ വിടാനും പറ്റില്ല, എനിക്ക് പഠിപ്പിക്കാനും പറ്റില്ല. അവസാനം ഇവര് എന്നോട് പിൻവാങ്ങി പതുക്കെ മാറി അവസാനം ബോയ്സിനെ മാറ്റി. അങ്ങനെ ഒരു കാലഘട്ടം അത് മറക്കാനാവില്ലാത്ത കാരണം ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും താങ്ക് യു വെരി മച്ച്. എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ ഇവിടെ ഇരിക്കുന്ന അരുണും വിനു എൻ്റെ പാരൻ്റാണ്. 6-7 വർഷമായിട്ട് എൻ്റെ പാരൻ്റാണ്. അവർ 2 പേരുടെ മക്കളെയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അഞ്ജുവിൻ്റെ മകളെയും കുറച്ച് നാൾ ഞാൻ പഠിപ്പിച്ചിരുന്നു. അതിൽ വേറൊരു സന്തോഷമുള്ളൊരു കാര്യം, നിസ ദൂരെയാണെങ്കിലും നിസയുടെ മക്കളെ കൊണ്ട് ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് കൊണ്ടുവന്ന് ദക്ഷിണ വെപ്പിച്ചിട്ട്, നിസിൻ്റെ അടുത്തേക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ദക്ഷിണ വെക്കേണ്ടത് ഇവിടെ ആയിരിക്കണം തുടങ്ങേണ്ടതെന്ന് പറയാം. അതൊക്കെ നമുക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു വിശ്വജ്യോതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഈ കലയിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇത്. ഞാൻ 19 വർഷം ഇവിടെ വർക്ക് ചെയ്താണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ മൈക്ക് എടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. ഒരു നിമിഷത്തിലും ഞാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല, എപ്പോഴും പുറകിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ചാൻസ് കിട്ടിയാലും മാറിപ്പോകുന്ന ആളാണ്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇത് എടുക്കുന്നത്. 19 വർഷത്തെ എൻ്റെ വിശ്വജ്യോതിയിലെ എല്ലാവിധ അനുഭവങ്ങളുമാണ് ഇന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് മാത്രം ചെയ്തിരുന്ന ഞാൻ പലപ്പോഴും ഇപ്പോൾ ഒരുവിധം ഇന്ത്യയുടെ പുറത്ത് ഒരുവിധം എല്ലാ സ്ഥലത്തും തന്നെ പ്രോഗ്രാം ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മൈക്ക് കാണുമ്പോൾ വിഷമമുള്ള എനിക്ക് മൈക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് പലരുടെയും ഓർമ്മകൾ അതിൻ്റെ ഉള്ളിൽ വരും. നിസാറാവാം, സുബസ്മിൻ സാറാവാം, പ്രേമ മിസ്സാവാം, എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തതെന്ന് ഓർമ്മ വരും. നിങ്ങൾ കുട്ടികളെ, ഗേൾസിനെ എല്ലാം എനിക്ക് കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു, ബോയ്സിനെ പലരെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തരും പേര് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഒന്നുകൂടി നന്ദി വിനു പ്രത്യേകം. കാരണം വിനു ഡേറ്റ് എടുത്ത അന്ന് തന്നെ എന്നെ വിളിച്ചതാണ്. വളരെ സന്തോഷത്തോടെ ആണ് ഞാനിത് വന്നിരിക്കുന്നത്. ഹാപ്പി. ശരിയാക്കാം. ഞാൻ ഇനി പഠിച്ചു പോകേണ്ട, വീട്ടിൽ ഓൾറെഡി 3 ഡാൻസേഴ്സ് ആണ്. എനിക്കൊരു അവസരം പോലും കിട്ടില്ല. വീട്ടിൽ എന്നെ കൂട്ടാറില്ല ഒരു റീൽസിനും. അതിൽ അതിയായ വേഷം കേരള. ജീൻ, മനു, റെക്സ്, ഋതിൻ. നമുക്ക് ഫെമിലിയർ ഇപ്പോഴും നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ടീച്ചറും എപ്പോഴും ഞാനാണ് അവൻ. നല്ല ഗസ്സായിരുന്നു. കാരണം മനുവിന് സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉള്ള ആളാണ് സിഡ്നിയിൽ. നല്ല ഗസ്സായിരുന്നു. പക്ഷെ ആ ബോട്ടാണ് ചതിച്ചത്. റെക്സ് സ്വയം പൊക്കി പറയാത്തതുകൊണ്ട് ഞാൻ പറയാം. നമ്മള് ഈ ഡ്രാഗൺ ബോട്ട് റേസിംഗ് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ പല സ്ഥലങ്ങളിലുണ്ട്. പെർത്തിലാണ് തുടങ്ങിയത്. ഇപ്പൊ സിഡ്നിയിൽ കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത് റെക്സ് ആണ് സിഡ്നിയിൽ. അത് ഇവിടുന്ന് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നൊരു വാശി അത് ഈ വിദ്യാലയത്തിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ അവിടെ ഇങ്ങനെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിന്തിരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അത് വിശ്വജ്യോതി പഠിച്ച എല്ലാവർക്കും ആ ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഒരാള് നോ എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഗിവ് അപ്പ്, വി സ്റ്റിൽ ഗിവ് ഇറ്റ് എ ഷോട്ട്. തോൽവികൾ സംഭവിക്കാം, അത് ഇവിടെ ഒരുപാട് തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കയറി മുന്നോട്ടൊരു ജീവിതമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ് ഞങ്ങൾ ഓരോരുത്തരും. ഒരു ബുക്കിന്റെ ഓരോ ചാപ്റ്റർ പോലെയാണ്. അപ്പൊ അതിന് ഈ വിദ്യാലയത്തിനോട് ഒരുപാട് കടപ്പാട് ഉണ്ടാവും.
വിളിച്ചത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ വന്നപ്പോൾ എല്ലാ മുഖങ്ങളും തന്നെ ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നിങ്ങൾ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബാച്ചിൽ. അന്നത്തെ ബേസിക്കിലാണ് തുടങ്ങിയത് നമ്മൾ, ബേസിക് ലാംഗ്വേജ്. അന്ന് ഫസ്റ്റ് കമ്പ്യൂട്ടർ ടീച്ചറായിരുന്നു. അന്ന് ആലുക്കച്ചൻ അപ്പോയിന്റ് ചെയ്യുമ്പോൾ 5 കമ്പ്യൂട്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. അന്ന് ഫ്ലോപ്പി ഉപയോഗിച്ചാണ് നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്തിരുന്നത്. ഇന്നത്തെ പോലത്തെ കമ്പ്യൂട്ടറുകളായിരുന്നു. അപ്പം അതൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്. അലക്സാണ്ടർ എന്ന് പറഞ്ഞപ്പോൾ പാട്ടുകാരനെ ഓർമ്മ വന്നു. അപ്പം ഞാൻ ചോദിച്ചുകൂടെ അത് മങ്ങാട്ടമ്പള്ളി ഡോക്ടറുടെ മകനല്ലേ എന്ന്. അപ്പം അങ്ങനെ ഒരുവിധം മുഖങ്ങളൊക്കെ ജീൻ ജോസഫ് മുഖങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പെൺകുട്ടികൾ പലരുടെയും മുഖങ്ങൾ ഓർമ്മയുണ്ട്. വിമ്മിയെ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. വിമ്മി ഫിലോ. അപ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും വിളിച്ചതിലും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ടീച്ചറിന് ഞങ്ങളുടെ എന്തെങ്കിലും ഓർമ്മകളോ അല്ല സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? നിങ്ങളുടെ ഇൻവിറ്റേഷൻ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ പിന്നെ ആ ബാച്ചിലെ കുട്ടികളുടെ പടങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും ഓർമ്മ വന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈസ്റ്റേൺ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം എനിക്കങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഞാൻ ചെയ്ത് ആരാണോ ഞാൻ മകനോട് പറഞ്ഞു ഇങ്ങനെ കോൾ വന്നിട്ട് അമ്മ ഒരു കാര്യം ഞാൻ ബ്ലോക്ക് ചെയ്ത് തരുന്നു. അതിന് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്ന് ചന്ദ്രയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെയും വന്നു ഒരു പ്രാവശ്യം കൂടി പോകും. അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ബ്ലോക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്നു. അപ്പോഴാണ് വിളിച്ചപ്പോൾ സംസാരിച്ചത്. എന്തായാലും എന്നെ ഓർത്ത് ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്കൊരു ന്യൂ ബസ് എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടായിരുന്നു. അതിന്റെ 4 ഓപ്ഷൻസ് തരാം. കളർ: വെള്ള, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. നോൺ ടീച്ചിങ് സ്റ്റാഫിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ആർക്കെങ്കിലും സെബാസ്റ്റ്യൻ അറിയോ? സെബാസ്റ്റ്യാനോ ഉത്തരം. ന്യൂ ബസിന്റെ കളർ യെല്ലോ. ഒരു അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്: വെള്ള, യെല്ലോ, റെഡ്, ബ്ലൂ. കറക്റ്റ് ഉത്തരം. റൈറ്റ് ഉത്തരം. ബേബി ചേട്ടൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. വൈറ്റ്. അത് നമ്മൾ വാങ്ങിച്ചപ്പോൾ വൈറ്റ് ആയിരുന്നു, പിന്നീടാണോ മാറ്റി? ചേട്ടൻ എന്തെങ്കിലും ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഷെയർ ചെയ്യട്ടെ ബെന്നി ചേട്ടൻ. നിങ്ങൾക്കൊന്നും ആർക്കും ഒരു ഫേസ് വ്യത്യാസം വന്നല്ല, നിങ്ങൾക്കാണ് ഫേസ് വ്യത്യാസം വന്നിട്ടുള്ളത്. നമ്മുടെ തങ്കച്ചേച്ചി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ പറയാം? വളരെ സന്തോഷം. പോയ പോലെ തോന്നാം. അത് നമ്മളെല്ലാവരും ആ ക്ലാസ്സിൽ നിങ്ങൾ ഓടി നടക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗേൾസിന് എല്ലാവർക്കും എന്നെ പെട്ടെന്ന് മനസ്സിലായി. ബോയ്സിന് എനിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് എല്ലാവർക്കും എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ജോസ്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാമല്ലോ. വളരെ ടഫായ ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു ട്രിക്കല്ല, ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇൻട്രോയില് ക്ലൂ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. അതാണെങ്കിൽ ആള് നാഴിക്ക് 40 വട്ടം പറയും അയ്യാമ ബിൽഡർ അയ്യാമ ബിൽഡർ. അതെ, ഉറപ്പായിട്ടും നമ്മുടെ ബിസിനസ് മാഗ്നറ്റ് അങ്കമാലിയുടെ ബിസിനസ്. എനിക്ക് 6 മണിക്കോ 5 മണിക്ക് ഞാൻ നടക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതേ സ്വഭാവം തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഹോംവർക്ക് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ചെയ്ത ആ ശീലം ഇപ്പോഴും മാറിയിട്ടില്ല.